വാൽപ്പാറ അപകടത്തിൽ മരിച്ച പാങ്ങ സ്വദേശി മജീദ് മാഷ് പ്രതിസന്ധികളെ അതിജീവിച്ച് കുടുംബത്തിന് തണലായി നിന്ന ആളായിരുന്നുവെന്ന് ഓർക്കുകയാണ് സഹോദരി. കാഴ്ചാപരിമിതി ഉണ്ടായിരുന്നുവെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കാൻ എന്നും മുന്നിൽ നിന്നിരുന്നു. മരണം കുടുംബത്തിന് വലിയ നഷ്ടമാണുണ്ടാക്കിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. വാൽപ്പാറ അപകടത്തിൽ മരിച്ച LP സ്കൂളിലെ മജീദ് മാഷ്, അവരുടെ ഭാര്യ റുഖിയ, അവരുടെ വാർത്ത വളരെ നൊമ്പരമായതാണ്. നമ്മൾ കേട്ടതാണ്. അവരുടെ സഹോദരി റാബിയ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മജീദ് മാഷ് എങ്ങനെ ഓർക്കാൻ പറ്റും? മജീദ് മാഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളൊരു ക്ലാസ്മേറ്റ്, ഒരു സഹോദരൻ ഇതിലുപരി ഒരുമിച്ച് +2 വരെ പഠിച്ചതാണ്. അങ്ങനെ പ്രായത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിൽ ചേർത്തിയത്. അങ്ങനെ ഒരുമിച്ചാണ്. അങ്ങനെ ഇതുവരെ 2 മാസത്തോളമായിട്ടുള്ള അവർ പുതിയ വീട് വെച്ച് പോയിട്ട് അതുവരെ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചത്. അപ്പം നമ്മൾ മനസ്സിലത് വല്ലാത്തൊരു, കല്യാണം കഴിഞ്ഞാലും ഞാൻ അവരെ കൂടെ തന്നെ ആയിരുന്നു നിന്നിരുന്നത്. കാഴ്ചപരിമിതിയൊക്കെയുള്ള സമയത്തൊക്കെ പഠനമൊക്കെ ഒരുമിച്ച് അങ്ങനെ ഞങ്ങൾ സ്പെഷ്യൽ സ്കൂളിലാണ് 7ാം ക്ലാസ് വരെ പഠിച്ചത്. പിന്നെയാണ് ഞങ്ങളങ്ങനെ നോർമൽ സ്കൂളിലേക്ക് മാറിയതൊക്കെ. കുട്ടികൾക്കൊക്കെ ഭയങ്കര പ്രിയപ്പെട്ടൊരു മാഷായിരുന്നു. കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരെ മനസ്സിൽ വല്ലാത്തൊരു ബന്ധമാണ് നമ്മളോട് ഉണ്ടാവുക. ചെറിയ നിഷ്കളങ്കരായ കുട്ടികളല്ലേ, അപ്പോൾ നമുക്ക് അവരുടെ സങ്കടം അത്രയും കാണാൻ കഴിയില്ല. ഒന്നാമത് ഞാൻ പഠിപ്പിച്ച കുട്ടിക്കും ഇപ്പോൾ വയ്യ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറും ഇപ്പോൾ മരണപ്പെട്ടു. ഷക്കീല ടീച്ചർ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിന് അറിയില്ല, സ്വന്തം നമ്മളെ സഹോദരീനെ പോകുന്ന അതേ വേദനയ്ക്ക് ഷക്കീല ടീച്ചറും പോയപ്പോണ്ടായി. കാരണം ടീച്ചറെ കാണാൻ പോലും ഒന്ന് പോകാനും കൂടി പറ്റാത്തൊരവസരം ആയി. അങ്ങനെയൊക്കെ സങ്കടമുണ്ട് മനസ്സിൽ. നല്ല കുടുംബത്തിനൊക്കെ വലിയൊരു താങ്ങായി. ഞങ്ങൾ ആകെ ഒരു ആൺകുട്ടിയുള്ളത്, 7 പെൺകുട്ടികൾക്ക് ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ പിന്നെ അവനെന്ന് പറഞ്ഞാൽ അങ്ങനെ ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എപ്പോഴും വന്ന് നിൽക്കാനും എല്ലാത്തിനും ഒരു ആയിരുന്നു. ഇപ്പോൾ ഭാര്യയെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എപ്പോഴും ഒരുമിച്ചാണ് അവര്. അവര് നല്ലതാ. മാത്രം അവരൊന്നും മാത്രമല്ല, ഞങ്ങളൊക്കെ ആയിട്ടും തന്നെ അവര് നല്ല ഇതിലാണ്. നമ്മളെല്ലാം സഹായിക്കാനും ഒക്കെ നമ്മളെ കൂടെ നടന്നിട്ട് എല്ലാ യാത്രകളും ഞങ്ങളൊന്നും മിസ്സാക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഫാമിലി ടൂറൊക്കെ പോകും. അപ്പോഴൊക്കെ അവര് നമ്മളെ കൂടെ ഉണ്ടാവും. ഇതിങ്ങനെ ഒരു സ്ഥിരം യാത്ര ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന നമുക്ക് ഒരിക്കലും ഒരു വല്ലാത്തൊരു അനുഭവമായി പോയത്. പെട്ടെന്നുള്ള ഈ മരണത്തിൽ നമുക്ക് താങ്ങാൻ വയ്യാത്തൊരു വിഷമവും പ്രയാസമാണ്. കാരണം ഒരുപാട് കടങ്ങളും ബുദ്ധിമുട്ടുകളും അതും അവന് കുടുംബത്തിനുണ്ട്. അതൊക്കെ വലിയൊരു പ്രയാസത്തിലാണ്. കുടുംബം ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണല്ലോ പുതിയ വീട് ഉണ്ടാക്കുന്നത്. ആയിട്ടുള്ളൂ ഈ താമസം മാറിയിട്ട്. അതിൻ്റെ കടങ്ങളും കാര്യങ്ങളും അതൊക്കെ അത് ഭയങ്കരമായിട്ട് അത് കിടക്കുന്നുണ്ട് ബാങ്കിൽ. ഉള്ള പ്രയാസം ബുദ്ധിമുട്ട് കുടുംബത്തിന്. പെങ്ങന്മാർക്ക് ആകെ ഒരു തണലായിട്ട് അവനാണ് ഉള്ളത്. അവൻ്റെ ഒരു ആശ്രയത്തിലാണ്. പെങ്ങന്മാരെ 2-3 പെങ്ങന്മാരുടെ ഭർത്താക്കന്മാരും മരിച്ചു. അപ്പോൾ അവർക്കും ഒരു സഹായം അവനിലുള്ളൂ ഉണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പോൾ പെട്ടെന്നുള്ള മരണം നമുക്ക് സഹിക്കാൻ, നാടിന് തന്നെ ഒരു വലിയ ഒരു സഹിക്കാൻ വയ്യാത്തൊരു വിഷമത്തിലാണ്. കാഴ്ചപരിമിതിയുള്ള ആളുകളുടെ സംഘടനയുടെ ഒക്കെ ഒരു ആളായിരുന്നു. അവരൊക്കെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി നല്ല സജീവമായിട്ട് പ്രവർത്തിക്കും. പിന്നെ ഒട്ടും സാമ്പത്തികം ഇല്ലാത്ത ആളുകൾക്ക് കിറ്റ്, ഈ ഓണം, റംസാൻ അതുപോലുള്ള കിറ്റുകളൊക്കെ കൊടുക്കാനും ഇതിനൊക്കെ നല്ല സജീവമായിട്ട് ഇറങ്ങിയിരുന്ന ആളായിരുന്നു. അതിൻ്റെ വലിയ വേദനയിലാണ്. നമ്മൾ പല അദ്ദേഹത്തിനെ കുറിച്ചുള്ള കഥകളൊക്കെ കണ്ടതാണ്. പക്ഷേ സഹോദരി തന്നെ എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു ഈ മജീദ് മാഷ് ഈ കുടുംബത്തിന് എന്ന് വ്യക്തമാക്കുകയാണ് സഹോദരിയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുമൊക്കെ. അനീഷ് തോട്ടക്കാടിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.